ഹേ ഗായ്സ്, അപ്പൊ വേറൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ട് നോ എക്സ്പ്രഷൻ ചലഞ്ച്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറെ ഐറ്റംസ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു എക്സ്പ്രഷൻ ഇടാണ്ട് ചിരിക്കുക പോലും ചെയ്യാണ്ട് ഫുള്ള് കഴിച്ചിറക്കണം. അതാണ് ചലഞ്ച്. നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് എഴുതി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് എടുത്തിട്ട് അതിലെന്താ വെച്ചാൽ അതാദ്യം കഴിക്കണം. നോക്കാം. അതെ, എടുത്ത സൈജിലാണ് ആദ്യം. ഇപ്പൊ അവളെടുത്തിന് ഞങ്ങള് മൂന്നുപേരും അത് കഴിക്കണം. ഞാൻ അത്യാവശ്യം വലിയ വലിയ പീസുകളാക്കിട്ടുണ്ട്. ഇത് മുഴുവൻ കഴിക്കണോ? മുഴുവൻ കഴിക്കണം. നോ എക്സ്പ്രഷൻ. അതൊന്നും പറയാൻ പറ്റില്ല. അവിടെ എടുത്ത് മൂന്ന് വരെ തന്നെ. മൂന്നോളൊപ്പം ഞാൻ എടുത്തു. അല്ല, ഞാൻ എടുത്തു. എടുത്ത് കട്ടി കൂടുതലാ. കഴിക്കാം. റെഡി, 1 2 3. ഉപ്പഴാകുന്നു. സാജി ഔട്ടായി. ചിരിക്കാൻ മോടില്ല. ചിരിക്കണ്ട, ഇനി ചേച്ചി ഔട്ടാവും. കൊഴപ്പില്ല. ഇതില് മിക്കാതെ ഞാനെനിക്ക് ജയിക്കണ്ടാവുക. ഫുള്ള് തിന്ന് എന്നാലും കഴിക്കുള്ളൂ. ചിരിച്ചു പോകണല്ലോ. ഡൺ. എന്റെ കഴിഞ്ഞു. കഴിഞ്ഞ പിന്നെ എക്സ്പ്രഷനും കുഴപ്പമില്ല. ഛർദിക്കാൻ പറ്റടി. എങ്ങനെയാ ആൾക്കാരൊക്കെ എന്താടി വേഗം അങ്ങോട്ട് കഴിക്കുക? ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞല്ല. ഒരു പീസും കൂടി ഉണ്ട് നിന്റെ. ഔട്ടായി. സാജി ഔട്ടായി ഗായ്സ്. ഞാനും സിജിലോ മനുഷ്യന്മാര് സാജിത ഈ ഒരു പീസ് ബാക്കി വെച്ചു. അങ്ങനെ വിജയകരമായി നമ്മള് ഫുള്ള് എല്ലാം കഴിച്ചിരിക്കുന്നു. ഇവള് മാത്രമായിട്ട് ഔട്ടായത്. ഞങ്ങൾ രണ്ടാളും ഒരു എക്സ്പ്രഷനിലാണ്ട് കഴിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തോറ്റാമ്പി. അത് ഇനി അടുത്തത് എന്താന്ന് നോക്കാം. ഞാൻ ഇതാക്കിട്ടോ. അടുത്തത് മുഫീദായിട്ട് എടുക്കുന്നത്. ഞാൻ ചെയ്യാം. എടുത്തോ. ഇരുമ്പാം. ഇതാണ് ഗൈസ്. ഇവിടെ ഇരുമ്പുളി പറയാ. നിങ്ങളുടെ അവിടെ എന്താ ഗൈസ് പറയാ? കമന്റ് ചെയ്യാ. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള സാധനം. ഞാൻ രണ്ടെടുത്തു. കാരണം ചെറുതായുണ്ട്. ഞാൻ അപ്പൊ നമുക്ക് കഴിക്കാൻ. 1 2 3. അങ്ങനെ തൊള്ളേക്ക് നോക്കാം. എനിക്ക് പറ്റൂല. എന്റെ അടുത്തേനെ കഴിക്കാൻ പോവുക. എന്നെ കൊണ്ടാവൂല. ശബ്ദം കണ്ണുകൂടെ വെള്ളം വന്ന് അതൊന്നും വായ കാണിച്ചു. അപ്പൊ ഈ റൗണ്ടിൽ ഞാനും മുഫിദ ഔട്ടായി. ഞാൻ വിചാരിച്ചിലൂടെ ഔട്ടാവുന്നത്. കാരണം അങ്ങനെയായിരുന്നു ഫസ്റ്റ് റൗണ്ട്. കൊറേ ആയി കഴിച്ചിട്ട് അതാ പോകുന്നുണ്ട്. ബട്ട് ഇതിനേക്കാളും ഭേദം കയ്പക്കനാളും ഭേദം ഇതായിരുന്നു കേട്ടോ. ഇതിനെക്കാളും നല്ല കഴിപ്പിക്കായിരുന്നു. പല്ലൊക്കെ പൊളിച്ചു. നെക്സ്റ്റ് അതാരം കൊണ്ട് ഇനി അടുത്തത് എടുക്കാം. സാജിയായിട്ട് എടുക്കണം. അത് എനിക്ക് ഇഷ്ടമുള്ള സാധനം. അപ്പൊ ഇതെന്താ വെച്ച് കഴിഞ്ഞാ പുളി ഇങ്ങനെ ഉപ്പില് മുക്കിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പുളി എല്ലാവർക്കും ഒരേ ക്വാണ്ടിറ്റിയിലാട്ടോ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ തല്ല കൊള്ളൂ. അപ്പൊ നോക്കാം. റെഡി, 1 2 3. നോക്കൂ. ഞാൻ ഒരു കാര്യം പറയാം. ഒന്നാകെ തൊള്ളയിലിടണം. ഇടറി. ഇതെന്ത് പുളിയാവോ? തൊള്ളേന്ന് കൈയെടുത്തോ.
എക്സ്പ്രസ് അറിയണം. ഇന്ന് ബാത്റൂമിൽ തന്നെ ഇരിക്കുക. എടി യൂണിവേഴ്സ് ഒന്നും പറയാൻ പറ്റില്ല. ഈ കുരു മാത്രമേ ഉള്ളൂ. നീ ചെയ്യണോ? നിന്റെയോ? ഇതുണ്ട്, കുറച്ചുണ്ട്. എൻ്റെ ഈ കുരു മാത്രം, അതിന്റെ 4 കുരു മാത്രമേ ഉള്ളൂ. ഇത് പിന്നെയും കുഴപ്പമില്ല, ഇരുമ്പുമ്പോൾ ഒരിക്കലും സഹിക്കൂല. അപ്പൊ നീ നെക്സ്റ്റ് റൗണ്ടിക്ക് പോവാല്ലേ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാണ് ഇത് കുറവ് അവർക്ക് പണിഷ്മെന്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അടുത്ത അപ്പൊ നെക്സ്റ്റ് റൗണ്ട് അയ്യോ ലെമൺ ആണ് ഗൈസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 3 പീസ് എടുത്തിട്ടുണ്ട്. അതെ, അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇത് എന്താ വെച്ചാൽ ഈ തൊണ്ട് മാത്രമേ കാണാൻ പാടുള്ളൂ കേട്ടോ. ലാസ്റ്റ് ഞാൻ തൊണ്ട് തിന്നു, കുഴപ്പമില്ലല്ലോ. ഇത് എന്ത് ജീവിയാണ് ഇത്? എന്തേലാവട്ടെ. ഒന്നും ചെയ്യരുത്. നോ എക്സ്പ്രഷൻ. നോ എക്സ്പ്രഷൻ പറഞ്ഞ പിന്നെ എന്താ ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ അല്ലാണ്ട് അത് പറ്റൂല. ഓക്കെ, റെഡി 1 2. എടി ഒന്നാമത് പറഞ്ഞേ. റെഡി 1 2 3 സ്റ്റാർ. ഡൺ. ഒരുത്തി വെള്ളം കുടിച്ചോണ്ടിരിക്കുക. അത് കഴിഞ്ഞു. എന്റെ കഴിഞ്ഞു. എനിക്ക് ലെമൺ ഇഷ്ടമല്ല, വേറെ സൈക്കോ. പക്ഷെ ലെമൺ എന്റെ കഴിഞ്ഞോട്ടോ ഗൈസ്. 90 മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതില് ഞങ്ങളെല്ലാം ജയിച്ചു. ഇവിടെ തോറ്റമ്പിയായി. ലാസ്റ്റ് റൗണ്ടാണ്. അപ്പൊ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഇതിന് വേണ്ടിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കുതിർത്തി വെച്ചത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉലുവയാണ് കേട്ടോ. ഉലുവയുടെ വെള്ളവും ഭയങ്കര. അതെ, ഇതാ ഗൈസ് വെള്ളമുണ്ട്. ഇതാ വെള്ളമുണ്ട്. ഈ വെള്ളം കൂടെ കൂട്ടിയിട്ട് വേണം കേട്ടോ കഴിക്കാൻ. കഞ്ഞി കുടിക്കുന്നു. ഇത്രയും വലിയൊരു സ്പൂൺ കഴിക്കണം. ഞാനാണ് വായിലിട്ട് തരാം. നിങ്ങൾ എന്തായാലും ഇപ്പൊ അവിടെ തന്നെ അടുത്ത ഞാൻ വിട് ഇതെടുക്ക. ഇടി എന്റെ തൊള്ളയിൽ കൊള്ളണ്ട്. അപ്പൊ നമ്മള് കഴിക്കാൻ പോവാണ്. എടി ഇതെന്ത് തൊള്ളയിൽ കൊള്ളണ്ടേ. കേട്ടോ മുളങ്ങാട് തൊട്ടാരും ചവച്ച് കഴിക്കണേ. ഫസ്റ്റിൻ്റെ വയസ്സ്. അപ്പൊ ഗായ്സ് ഞാൻ തോറ്റു. എന്നെ കൊണ്ട് പറ്റൂല ഈ ഉലുവൻ തിന്നാൻ. ഛർദിച്ചില്ലാന്ന് മാത്രം. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളത്തിൽ ഇട്ടുകൊണ്ട് എന്റെ കയ്പൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ടാവും. ചോയ തീരെ ഇഷ്ടപ്പെട്ടില്ല. വെള്ളത്തിന് പക്ഷെ നല്ല കയ്പുണ്ട്. കുഴപ്പമില്ല. എനിക്ക് പറ്റൂല, ഞാൻ തോറ്റു. വേറെ വഴിയില്ല. ചലഞ്ച് വീഡിയോ അവസാനിച്ചു. അപ്പൊ ആർക്കാ പണിഷ്മെന്റ്? ഇവൾക്ക് തന്നെ ഗൈസ് പണിഷ്മെന്റ്. നമ്മള് ചീനമുളകാണ് കൊടുക്കുന്നത്. അതായത് ഇവിടെ ചീനമുളക് എന്ന് പറയണത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. 2 ഉണ്ട്. അത്യാവശ്യം എരിവുള്ള കേട്ടോ. നല്ല എരിവുണ്ട്. പച്ചമുളകിനേക്കാൾ എരിവുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് എടുത്തത്. അപ്പൊ ഗൈസ് നമുക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിനെക്കാട്ടി നല്ല പച്ചമുളകല്ലായിരുന്നു. നല്ല എരിവുണ്ട്. മതിയോ? ഫുള്ള് അവളെ പറഞ്ഞ ചീരമുളക് മതിയത്. പൊടി കൊടുത്ത് ഇതിനേക്കാളും വില ഉലുവല്ലായിരുന്നു.
യമ്മി കരയുന്നു ഗായ്സ്. അവൻ കൊച്ചുകുട്ടി. ഹേ ഗായ്സ്, അപ്പൊ ഒന്ന് ചലഞ്ച് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാനാണപ്പോ എല്ലാം അന്തസ്സായി പൊട്ടിയത്. അതെ, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇപ്പോഴും അതിന്റെ എരിവ് ഇപ്പോഴും ഉണ്ട്. അപ്പം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗായ്സ്. ബൈ ഗായ്സ്. ബൈ.